ജിസ്റ്റോയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആസിഫ് അലിയും ബിജു മേനോനും പ്രധാന കഥാപാത്രങ്ങളിലായിട്ട് എത്തുന്ന ഒരു കിടിലൻ ക്രൈം ആക്ഷൻ ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് തലവൻ. ജിസ്റ്റോയുടെ സ്ഥിരം ഫീൽ ഗുഡ് സിനിമകളുടെ ട്രാക്ക് മാറ്റിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. അതിഗംഭീരം. ഒരേ സ്റ്റേഷനിലെ 2 റാങ്കുകളിൽ ജോലി ചെയ്യുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ കഥയാണ് ഈ സിനിമയിൽ പറയാൻ ശ്രമിക്കുന്നത്. SI കാർത്തിക് എന്ന കഥാപാത്രമായിട്ട് ആസിഫ് അലിയും CI ജയശങ്കർ എന്ന കഥാപാത്രമായിട്ട് ബിജു മേനോനും തകർത്തഭിനയിച്ചിട്ടുണ്ട്. ഈ 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് തന്നെയാണ് പടത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇതില് ഒരു കഥാപാത്രം ഒരു ക്രൈമിൽ പെട്ടുപോകുന്നു. ആ ക്രൈം അന്വേഷിക്കാനായിട്ട് മറ്റേ ആൾക്ക് ചുമതല ലഭിക്കുന്നതും അയാൾ അത് അന്വേഷിക്കുന്നതുമൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാന പ്ലോട്ട്. സത്യം പറയട്ടെ, എനിക്ക് ഒരു നിമിഷം പോലും ബോർ അടിച്ചിട്ടില്ല. എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാൾ കൂടുതൽ സെക്കൻഡ് ഹാഫ് ആണ് ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് മോശമാണെന്നല്ല, ഫസ്റ്റ് ഹാഫിനേക്കാൾ ഒരു പടി മുകളിൽ സെക്കൻഡ് ഹാഫ് വന്നു എന്ന് മാത്രം. ആസിഫ് അലിയും ബിജു മേനോനും അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങളെ വെച്ച് നന്നായിട്ട് മത്സരിച്ച് അഭിനയിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. അത് മാത്രമല്ല, ക്രൈം ചെയ്ത കുറ്റവാളിയെ പറ്റി യാതൊരു സൂചന പോലും നൽകാതെ പല ക്യാരക്ടേഴ്സിനെയും വെച്ച് ഇവനാണോ ആ കുറ്റവാളി എന്ന് അവസാനം വരെയും നമ്മളെ ചിന്തിപ്പിച്ച് കാണുന്ന പ്രേക്ഷകനെ അവസാനം വരെ ബോർ അടിപ്പിക്കാതെ പിടിച്ചിരുത്താൻ തലവൻ എന്ന സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ബിജു മേനോൻ, ആസിഫ് അലി, ദിലീഷ് പോത്തൻ, മിയ, അനുശ്രീ, ജാഫർ ഇടുക്കി, കോട്ടയം നസീർ, രഞ്ജിത്ത് എന്നിങ്ങനെ ഒരു നല്ല താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. സ്ഥിരം ട്രാക്ക് മാറ്റി പിടിക്കാൻ ശ്രമിച്ച ജിസ്റ്റോയുടെ ശ്രമം വിജയിച്ചു എന്ന് തന്നെ പറയാം. പറ്റുന്നവരൊക്കെ ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ടൊവിനോടെ ഇതേ ജോണറിലുള്ള പടം ഒരു സൈഡ് ആയ പോലെ തലവനും ഒരു സൈഡ് ആവാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം.